നമ്മുടെ കണ്ടന്റ് ക്രിയേഷൻ ജേർണിയുടെ ജസ്റ്റ് രണ്ടാമത്തെ ദിവസമാണ്. നമുക്ക് ഒരുപാട് മൈൽ സ്റ്റോൺസ് കവർ ചെയ്യാനുണ്ട്. ഫസ്റ്റ് മൈൽ സ്റ്റോൺ നെക്സ്റ്റ് 7 ഡേയ്സിൽ നമ്മുടെ കണ്ടന്റ് കൺസിസ്റ്റന്റ്ലി പോകുക എന്നുള്ളതാണ്. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. അപ്പോൾ വിഷയത്തിലേക്ക് നമ്മളിൽ പല ആളുകൾക്കും ഒരു സംശയം ഉണ്ടാവും. നമ്മളൊരു പ്രൊഡക്റ്റിനെ കുറിച്ചൊക്കെ ജസ്റ്റ് സംസാരിച്ചിട്ടേ ഉണ്ടാവും. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ പോകുമ്പോൾ ആ സെയിം പ്രൊഡക്റ്റിന്റെ ആഡ് കാണും. എന്തുകൊണ്ടായിരിക്കും ഇത് കാണിക്കുന്നത്? നമ്മുടെ ഫോൺ നമ്മൾ ഒളിഞ്ഞു കേൾക്കുകയാണ്. ഒരിക്കലും അല്ല. നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോമുകളായിട്ടുള്ള ഗൂഗിള്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ഇവരൊക്കെ പറയുന്നത് അത്തരത്തിൽ നമ്മുടെ വോയിസുകൾ എപ്പോഴും റെക്കോർഡ് ചെയ്യുകയോ ട്രാക്ക് ചെയ്യുകയോ ചെയ്യുന്നില്ല എന്നുള്ളത്. പിന്നെ എങ്ങനെയായിരിക്കും ഇത് സംഭവിക്കുന്നത്? ഇത് മെയിൻലി സംഭവിക്കുന്നത് നമ്മുടെ ഓൺലൈൻ ആക്ടിവിറ്റീനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു യൂട്യൂബ് വീഡിയോ കാണും. ഇതിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് മെയിൻലി സംഭവിക്കുന്നത്. നമ്മുടെ മാപ്പ് ഡാറ്റയും ഇതിനൊരു കാരണമാകും. അതുപോലെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ്, നമ്മളൊക്കെ ഓരോ ആപ്പുകളും ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഒരുപാട് പെർമിഷൻസ് കൊടുക്കുന്നുണ്ടല്ലോ നമ്മുടെ ഫോണിൽ. നമ്മൾ മൈക്രോഫോൺ യൂസ് ചെയ്യാനും നമ്മുടെ ക്യാമറ യൂസ് ചെയ്യാനും ഗാലറി ആക്സസ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ ആക്സസ് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് അൺയൂഷ്വൽ ആയിട്ട് കിടക്കുന്ന പല ആപ്പുകളും നമ്മുടെ ഫോണിലുണ്ടാവും. അതിന്റെ മൈക്രോഫോൺ ആക്സസ് ഡിനേ ചെയ്ത് വെക്കുക. അതുപോലെ നമ്മുടെ ഗൂഗിൾ മൈ ആക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പ്രീവിയസ് ആക്ടിവിറ്റീസിനെ നമുക്ക് വേണമെങ്കിൽ ക്ലിയർ ചെയ്യും, അല്ലെങ്കിൽ അവിടെ നമ്മളുടെ ഡാറ്റ കളക്ട് ചെയ്യുന്നത് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഗൂഗിളിലെ തന്നെ മറ്റൊരു ഓപ്ഷനാണ് ഗൂഗിളിന്റെ മൈ ആഡ് സെന്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാർട്ടുണ്ട്. നമുക്ക് നമ്മളിലേക്ക് വരുന്ന ആഡുകളെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഈ ഡിജിറ്റൽ യുഗത്തിൽ നമ്മുടെ പ്രൈവസി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രിക്കോഷൻസ് നമ്മൾ എപ്പോഴും എടുത്തുകൊണ്ടിരിക്കും.